അനീഷ് കൊടുത്ത കണ്ടന്റ് ഇതാണ്, മറ്റേ ഉറങ്ങുകയാണ് അതിനെന്താ അതൊരു അനീഷ് ഒരു കോമണർ ആയിട്ട് വന്നതായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. അനീഷിന്റെ വ്യക്തിത്വം ബിഗ് ബോസ് ഡേ ഫസ്റ്റ് തൊട്ട് കണ്ടവർക്ക് മനസ്സിലാവും അനീഷിന്റെ ക്യാരക്ടറിൽ ഉള്ള ചേഞ്ചസ്. അനീഷ് ഇങ്ങനെ ഒരാളല്ലായിരുന്നു. അനീഷ് ഇപ്പൊ എത്രയോ ചേഞ്ച് ആയി. അനീഷ് നല്ല രീതിയിൽ, അനീഷ് മാത്രമല്ല അവിടെ അനുമോള് മാത്രമാണ്. അനുമോളെ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതിന്റെ ഒരു റീസൺ കുറെ പേര് പറയുന്നുണ്ട് PR-ന്റെ കാര്യം. അതേ പിന്നെയാണ് അനുമോൾക്ക് ഇപ്പോഴും അനുമോൾ എന്ന് പറയുമ്പോൾ PR എന്നുള്ള പേരാണ് കൂടുതൽ വരുന്നത്. കാരണം പലർക്കും അറിയാം, ഞാൻ പറയട്ടെ, പലർക്കും അറിയാം ആ ഒരു ബലത്തിലാണ്. കാരണം നമ്മളിപ്പോ ഒരു പ്രശ്നം ഉണ്ടാവുകയാണ്, എപ്പോഴും അനുമോളെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ട്രിഗർ ചെയ്യുന്നത്, ഐ മീൻ എല്ലാവരും ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യം, ഒരു ഗെയിമറായ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് ഫൈറ്റ് ചെയ്ത് തീർക്കണം. അങ്ങനെ എത്രയോ കണ്ടസ്റ്റൻസ് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു. അനുമോൾ ഒരു കാര്യം വന്നാൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ എനിക്ക് മിണ്ടാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഓടി പിന്നെ കുറച്ചു നേരം സംസാരിക്കുന്നില്ലെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഷോ കണ്ടിട്ടുണ്ട്, ഞാൻ ഷോ കണ്ടിട്ട് തന്നെയാ പറയുന്നത്. 100% പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയേണ്ടിടത്ത് പറയേണ്ട സമയത്ത് അനുമോൾ പറയുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രത്തോളം ശത്രുത അതിൽ. ഇപ്പം പറഞ്ഞല്ലോ, പുതുതായിട്ട് വന്ന ഓൾറെഡി പുറത്തായി പോയി തിരിച്ചു വന്നപ്പോൾ അനുമോളെ ട്രിഗർ ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്, ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചെന്നുള്ള രീതിയിൽ പറഞ്ഞല്ലോ. അതിൻ്റെ തന്നെ ഏറ്റവും വലിയ തെളിവല്ലേ? എന്തുകൊണ്ടാ പറയേണ്ടടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മുഖത്ത് നോക്കി എന്തൊക്കെയാ പറഞ്ഞതുകൂടി ഒന്ന് പറയും. ഇവരുടെ ലൈഫിനെ വളരെ മോശമായിട്ട്